എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? എടാ, നിനക്ക് ആ മനുവിനെ വിളിച്ച് കാര്യം പറയാൻ മേലായിരുന്നോ? പോലീസുകാരോട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയാൻ പാടില്ലായിരുന്നു. അവര് ചോദിക്കുമ്പോ അവള് പറയുമായിരുന്നല്ലോ കുഞ്ഞെവിടെ ഉണ്ടെന്ന്. അമ്മാവ, അവളെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. കൊല്ലണമായിരുന്നു. ജീവൻ പോകുന്ന അറിയുമ്പോഴേ അവള് പേടിക്കില്ലായിരുന്നോ? ഇല്ലേ? അതൊക്കെ അപകടമാ. അവളെല്ലാം തീരുമാനിച്ചിറങ്ങിയിരിക്കുക. പോലീസുകാരുടെ മുമ്പിലെത്തുമ്പോ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവൾക്ക് പറഞ്ഞൂടെ? കിട്ടിയ അവസരം നോക്കി ഞാനും അമ്മാവനും കൂടി അവളോട് പ്രതികാരം ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞൂടെ? അല്ല, അപ്പോ അവള് മനുവിന്റെ വീട്ടിലേക്ക് വിളിച്ചതിന് തെളിവില്ലേ? അമ്മാവ, അതൊരു അപകടം നടന്നപ്പം വിളിച്ചതാണെന്ന് അവൾക്ക് പറഞ്ഞൂടെ? ജ്യോതിയൊക്കെ അവൾക്ക് അറിയാവുന്നതല്ലേ? നിത്യേച്ചി, ഗിരിനഗർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാ. അവിടം വരെ ആദ്യം കൂട്ടി നിത്യേച്ചി എന്തിനാ പോയേ? ചോദിച്ചു കേട്ടില്ലേ? മനു, ഗിരിനഗറില് ഒരു പാർക്കുണ്ട്. അവിടെ പോകുന്നത് അതിമോന് വലിയ ഇഷ്ടം. എന്നിട്ട് പാർക്കിൽ പോയോ? ഇല്ല. അതെന്തോ പറ്റി? അതിനു മുൻപ് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നപ്പോ പറയുന്നതായിരുന്നില്ലേ കുറച്ചുകൂടെ എളുപ്പം? അല്ല, എന്താ അവനെ തനിച്ചു കൊണ്ടുപോകാൻ തോന്നിയത്? മോനെ, അമ്മ മിണ്ടാതിരിക്കും. എല്ലാവരും കൂടി പറയുമ്പോ ആദ്യം ബഹളം വെക്കുന്നു തോന്നി. നിത്യേച്ചിയുടെ ഒരു കുഴപ്പം ഇതാ. മറ്റുള്ളവരിൽ നിന്ന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് സ്വയമായിട്ട് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുക. ജ്യോതി, നീ ഇവിടെ മിണ്ടാതെ നിന്നാ മതി. ആദ്യയെ കാണാതായപ്പോ നിത്യേച്ചിന്ത ആരെയും വിളിക്കാതിരുന്നേ? അല്ല, നോർമലി എല്ലാരും അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യാ. മനു, ഞാൻ അവിടെ മുഴുവൻ ഓടി നടന്നു നോക്കായിരുന്നു. പക്ഷെ ആദ്യം അവിടെ എങ്ങും കണ്ടില്ലായിരുന്നു. എന്താ മനുവിന്റെ ചോദ്യങ്ങള് ഈ രീതിയിലൊക്കെ? എന്നെ നിനക്ക് സംശയം വല്ലതുണ്ടോ? ഒരു കാര്യം സംഭവിക്കുമ്പോ അന്വേഷണം ഈ രീതിയിലൊക്കെ ആയിരിക്കും. എനിക്ക് പകരം ഒരു പോലീസ് ഓഫീസർ വന്നിരുന്നാലും നിത്യേച്ചോട് ഈ ചോദ്യങ്ങൾ അവർ ചോദിച്ചിരിക്കും. അത് ഞാൻ ഒഴിവാക്കിയതാ. അറിയാലോ, മനു ഒന്ന് വിളിച്ചു പറഞ്ഞാലേ എത്ര വലിയ ഉദ്യോഗസ്ഥനും വരൂ ഇവിടെ. അറിയാം. നിത്യേച്ചി, നീ നീ അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എന്ത് പറയാനാ? പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഒന്നും പറയണ്ട. നീ വിളിക്ക്. അമ്മാവ, ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കാനല്ലെന്ന്. നീ ഒന്ന് വിളിച്ചേ.
ഹലോ ഹരിയേട്ടാ, പോയിട്ട് കുറെ നേരം ആയല്ലോ. ഞാൻ നിന്റെ അച്ഛന് കൊടുക്കാം. ആ അമ്മാവനെ നിന്നോട് സംസാരിക്കണമെന്ന്. അയ്യോ, അതിനെനിക്ക് അച്ഛനില്ലല്ലോ. ഉണ്ടായിരുന്നു, പക്ഷേ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് പൂജയൊക്കെ ചെയ്ത് അതങ്ങ് അവസാനിപ്പിച്ചില്ലേ. അപ്പൊ പിന്നെ എന്തിനാ സംസാരിക്കുന്നേ? ഞാൻ കൊടുക്കാം. ആ, ആ, ആ. ഹലോ. ആരാ? ഞാൻ നിന്റെ ഒരു വകയിലൊരു അച്ഛൻ. ആരുടെ? ആ, നമ്മള് തമ്മിലിപ്പോ അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ. ഇപ്പൊ ഞാൻ വീണ, എന്നോട് സംസാരിക്കുന്നത് രാമകൃഷ്ണൻ, അത്രയല്ലേ ഉള്ളൂ. ആ, അത്രയും മതി. ആ, അതൊക്കെ പോട്ടെ, സത്യം പറ. ആ കുഞ്ഞെവിടെ ഉണ്ട്? ഏത് കുഞ്ഞ്? നിങ്ങളും ഞാനും തമ്മില് ഏത് കുഞ്ഞിന്റെ കാര്യം സംസാരിക്കേണ്ടത്? എന്റെ കുഞ്ഞിന്റെ കാര്യമാണെങ്കില് അതിന് നിങ്ങൾ അവളെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിനല്ലേ എന്നെ അവിടെ നിറക്കി വിട്ടത്. എടി ദേ വേഷം കെട്ട് കാണിക്കാതെ. ഞാൻ ആദ്യയുടെ കാര്യം ചോദിച്ചേ. അതിനുള്ള ചോദ്യം ഉത്തരവൊക്കെ നിങ്ങളുടെ മരുമകനില്ലേ ഹരി, അയാളോട് പറഞ്ഞു കഴിഞ്ഞതാ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞാന് പിന്നെ നീ ചോദിച്ച പണം തരാം.